എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഹീറോ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. മഞ്ഞത്തലേനാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വരും. വാവ്, നീ നന്നായിട്ട് പവർ അത് യൂസ് ചെയ്തു, എനിക്കതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. നിനക്ക് ആ ഒരു ഡോളർ ഉപയോഗിച്ച് ഇതിനെയൊക്കെ നിന്റെ പവർ കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, എന്നെ കൊണ്ട് പറ്റിയില്ല അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട്. അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ മുകളിൽ ഉണ്ടായിരുന്നപ്പോഴും എന്റെ സ്റ്റെപ്പ് ഫാദറിനെ എന്നെ കൊണ്ട് സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ ഫാദറും കൊല്ലപ്പെട്ടു, എല്ലാവരും എനിക്ക് നഷ്ടമായി. ഇവിടെ എത്തിയപ്പോഴെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ഒരുപാട് ആഗ്രഹം തോന്നിയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാനൊരു ബിഗ് ഫെയിലിയർ ആണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കും. മഞ്ഞത്തലേനാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. സത്യത്തിൽ ഇത്രയും പവർ ഉണ്ടെന്ന് കരുതിയോ, നീ മുകളിൽ നിന്ന് വന്ന ഒരാളാണെന്നോ കരുതിയോ ഒന്നുമല്ല അവൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്. അതവൻ റിസ്ക് ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്തതാണ്. അത് മനസ്സിലാക്കാത്തത് നീയാണ്. അവൻ ഒരു ലീഡറാണ്, അവന് അവൻ്റെതായ പവറുണ്ട്. നിന്നെ മോൺസ്റ്ററിന് വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യാനുള്ള അധികാരം അത് അവനുണ്ട്. അത് മാത്രമാണ് അവൻ ചെയ്തതെന്ന് പറയും. ഹീറോ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടുന്ന് കടന്നു വരും. തിരിച്ച് കോട്ടയിലെത്തിയ ഹീറോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. അവൻ മരണപ്പെട്ടു എന്ന് കരുതിയ അവന്റെ ടീംമേറ്റ് ആൾക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവൻ ഹായ് ആയിട്ട് ഇപ്പൊ ഹീറോയെ നോക്കി ചിരിക്കും. ഓ നോ, നിനക്കൊന്നും സംഭവിച്ചില്ലേ? നിനക്ക് നിന്റെ ജീവൻ അത് നഷ്ടമായില്ലേ? ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോ പഴയതിനെ കഴിഞ്ഞും സ്ട്രോങ് ആണ്. ഞാൻ അവിടെ വെച്ച് മരണത്തിന് മുഖാമുഖം കണ്ടതാണ്. പക്ഷേ ക്ലീനേഴ്സ് ടീമിന് നല്ലൊരു മെഡിക്കൽ ടീമുണ്ട്. ഈ കുഞ്ഞിപ്പെണ്ണ്, ഇവളാണ് ഇവളുടെ ഹീലിംഗ് പവർ ഉപയോഗിച്ച് എന്നെ ബാക്ക് ടു നോർമലാക്കി മാറ്റിയത്. അവളുടെ തൊട്ടടുത്തുള്ള ആ പയ്യൻ, അവനാണ് മരണത്തോട് മല്ലടിച്ചിരുന്ന എന്നെ ഇവിടേക്ക് രക്ഷിച്ചു കൊണ്ടുവന്നത്. സോ ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജീവനോട് കൂടെ ഉണ്ടാവുമായിരുന്നില്ല. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഓക്കെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പോൾ അവിടേക്ക് കടന്നു വരും. ആക്ച്വലി സിറ്റുവേഷൻ ഇപ്പോൾ കുറെ കൂടെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതിയതിൽ നിന്നും നമ്മുടെ ഓപ്പണന്റ് ടീംസ് അവർ കൂടുതൽ ശക്തരായിരിക്കുകയാണ്. അവർ പോർട്ടൽ പോലും ക്രിയേറ്റ് ചെയ്താണ് ഇപ്പോൾ മാറി മാറി ഇവിടേക്ക് കടന്നു വരുന്നതും തിരികെ പോകുന്നതും. അവർക്ക് നമ്മളെ വെല്ലുവിളിക്കാനും നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള പവറും ധൈര്യവും ഒക്കെ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. എത്രയും വേഗം അവരെ തകർക്കണം. മഞ്ഞത്തലേൻ അത് പറയുന്ന സമയം തന്നെ ഇപ്പോൾ അവരുടെ ടീം ഹെഡ് കാർഗോ അവിടേക്ക് കടന്നു വരികയാണ്. ആളാണെങ്കിൽ ഹീറോയോട് പറയും, ഞാനാണ് നിങ്ങളുടെ ക്ലീനേഴ്സ് ടീമിന്റെ ഹെഡ് കാർഗോ. ഹീറോയ്ക്കാണെങ്കിൽ ആളെ കാണുമ്പോൾ ഒരല്പം പേടിയൊക്കെ തോന്നും. അതിന് കാർഗോ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ്. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, ഇപ്പോഴാണ് തിരികെ എത്തിയത്. ഇതിനോടകം നീ എൻ്റെ ഫ്രണ്ട്സിനും ടീംമേറ്റിനും ചെയ്ത സഹായങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ ലക്ഷ്യം ഇവിടേക്ക് എത്തി നിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് തിരികെ പോയി റിവഞ്ച് വീട്ടുക എന്നതല്ലേ? അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം, എല്ലാത്തിലും പങ്കുചേരാം. നീ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഞാനടങ്ങുന്ന ഈ ക്ലീനേഴ്സ് ടീമിലെ ഒരു മെമ്പറായി, ഒരു ഒഫീഷ്യൽ മെമ്പറായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. അത് കേട്ട് ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും. എത്ര കാലം വേണമെങ്കിലും ഇവിടെ ഞങ്ങളോടൊപ്പം ജീവിക്കാം, അതിനുശേഷം തിരികെ പോവാം, അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ അതിന് മുൻപായിട്ട് നീ എൻ്റെ ക്യാബിനിലേക്ക് വരണം, ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാനുണ്ട്. യൂണിഫോം അതവിടെ റെഡിയാണെന്ന് പറഞ്ഞ് ഹീറോയായിട്ട് കടന്നു പോകും. ഇവിടെ മഞ്ഞത്തലേനാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ആ ബോർഡർ ലൈനാണ്. അവരിപ്പോ ആ ബോർഡർ ലൈന് അത് ക്രോസ് ചെയ്ത് വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആ ലാൻഡ് ക്രോസ് ചെയ്യാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ബാക്ക് സ്റ്റോറി കാണിക്കും. അതായത് ആ നോമാൻ ലാൻഡ്, അതായത് ആ ബോർഡറിൽ ഒരു വുമൻ ഒരുപാട് കാലം താമസിച്ചിരുന്നു. വഴി അറിയാതെ അതുവഴി എത്തിയ ഒരാള് ആ വുമനെ കണ്ട് ഷോക്കായി. ഓ നോ, നിങ്ങളാണോ എന്നെ സേവ് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത്രയും കാലം ജീവിച്ചതെന്ന് ആള് ചോദിക്കും. അതിനാൽ ലേഡി പറയും, മുകളിൽ നിന്ന് ആരെങ്കിലും ജീവനോടുകൂടെ താഴേക്ക് വീഴുന്നുണ്ടോ അറിയാനാണ് ഞാനിവിടെ ജീവിക്കുന്നത്. കട്ട് ചെയ്ത ഇപ്പോൾ അവരുടെ ബോസിനെ കാണിക്കും. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ആ ബോസിനോട് ഈ സ്റ്റോറിയൊക്കെ കേട്ടതിന് ശേഷം ചോദിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ലേഡിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയില്ലേ? അതിനാ ബോസ് പറയും, അവരുടെ അടുത്തേക്ക് പോയവരാരും തന്നെ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതിനുശേഷം നിനക്ക് മതിയാവുമ്പോൾ ഇവിടുന്ന് തിരികെ പോവാം. അടുത്ത നിമിഷം ഹീറോ ആണെങ്കിൽ അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് പുതിയ ഗെറ്റപ്പിൽ അവിടേക്ക് കടന്നു വരും. വാവ്, നീ ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ ബോർഡർ സ്പേസ് നോമാൻ ലാൻഡ് അവിടേക്ക് ഓടുകയാണ്. അത് കണ്ട് അവൻ്റെ ടീംമേറ്റ് ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കും. മഞ്ഞത്തലേനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി ചെയ്യണേ? നിന്നെ കൊണ്ട് അവിടേക്ക് പോകാൻ കഴിയില്ല. അവിടേക്ക് പോയ ഓൺ ദ സ്പോട്ട് നിന്റെ ജീവിതം അവസാനിക്കും. പിന്നീട് നിനക്ക് ഇവിടേക്ക് തിരികെ വരാൻ കഴിയില്ല. സോ മര്യാദയ്ക്ക് നീ ഇവിടെ നിൽക്ക്. ഇപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടു വന്നത്. ഇപ്പൊ നീ വീണ്ടും അവിടേക്ക് പോയാൽ അത് നീ സെൽഫ് സാക്രിഫൈസ് ചെയ്യും പോലെ ആയിരിക്കും. മാത്രമല്ല അവിടെ നമ്മുടെ ഓപ്പണൻസ് അവർ ഒരുപാട് പേരുണ്ട്.
ഹെൽപ്പ് ചെയ്യാൻ എനിക്കോ ഞങ്ങൾക്ക് ആർക്കുമോ ഇപ്പൊ നിന്നോടൊപ്പം വരാൻ കഴിയില്ല. സോ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. മര്യാദയ്ക്ക് നീ നിന്റെ പവർ ആദ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. റൈഡേഴ്സ് ഇപ്പോൾ കൊടും ക്രിമിനൽസ് ആണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം ഓരോ മൊമെന്റ്സും മുൻപോട്ടേക്ക് വെക്കാൻ. നിനക്കിപ്പോൾ ആവശ്യം പ്രോപ്പർ റെസ്റ്റ് ആണ്. സോ നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് മഞ്ഞത്തലയൻ ഹീറോയോട് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അല്പനേരം കിടക്കുകയാണ്. ഹീറോയ്ക്കൊണ്ടാണെങ്കിൽ സമാധാനത്തിൽ കിടന്നുറങ്ങാനായിട്ട് കഴിയില്ല. ഓ നോ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ എന്നെ അലട്ടുകയാണ്. അധികം കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഹീറോ അങ്ങനെ ഉറക്കമില്ലാതെ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ ചോപ്പത്തി പെണ്ണ് അവിടേക്ക് വരിക. ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനോട് പറയും, നിനക്ക് ഞാൻ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് അത് മുഴുവനായിട്ട് ചുറ്റി കാണിക്കാം. നീ ഇതുവരെ ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉടനെ ഹീറോയും അതിനൊക്കെ പറഞ്ഞ് ഇപ്പൊ ആ ഹെഡ് ക്വാർട്ടേഴ്സ് മുഴുവനായിട്ടും ചുറ്റി നടന്ന് കാണുകയാണ്. ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ജിം ആയിരിക്കും അവൾ കാണിച്ചു കൊടുക്കുക. ഡൈനിങ് ഹാള്, ബാത്റൂം, കോറിഡോഴ്സ്, ഓരോ റൂംസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾ വളരെ വിശദമായിട്ട് നമ്മുടെ ആൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നീ ഇത്രയും കാലവും മുകളിൽ ജീവിച്ചു, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നീ ചെയ്തുകൊണ്ടിരുന്നത്? നിന്നോടൊപ്പം കറങ്ങാനായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നോ? ആണെങ്കിൽ അല്പനേരം പഴയ കാര്യങ്ങൾ ആലോചിക്കും. എൻ്റെ ഫാദർ മുടിയൻ, ആള് എന്നോടൊപ്പം പല കാര്യങ്ങളിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവും, കറങ്ങാൻ പോവും. ഞാൻ ആരുടെയും കണ്ണിൽ പെടാതെ ആ റിച്ച് പീപ്പിൾസ് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവർ കേടായ വസ്തുക്കൾ ഉപേക്ഷിക്കുന്നത് അത് കളക്ട് ചെയ്ത് റിപ്പയർ ചെയ്ത് എൻ്റെ ഗ്രാമത്തിൽ വിൽക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അത് ബ്രെഡും സോസേജുമാണ്. അത് കേട്ട് അവൾ ചോദിക്കും, നീ ഷുഗർ ഐറ്റംസ് അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലേ? അതിന് ഹീറോ പറയും, ഇതുവരെ അത്തരത്തിലുള്ളതൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ആ റിച്ച് പീപ്പിൾസിനുള്ളതാണ്. അവർ മാത്രമേ അതൊക്കെ കഴിച്ചിട്ടുള്ളൂ. ചോപ്പത്തിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ആണെങ്കിൽ ഹീറോയും കൂട്ടി സ്വീറ്റ്സ് ഉള്ള റൂമിലേക്ക് കടന്നു വരികയാണ്. ഹീറോ ആണെങ്കിൽ ആ സ്വീറ്റ്സ് എല്ലാം കാണേണ്ട താമസം ഒരുപാടധികം ഷോക്കായി അതിലേക്ക് തന്നെ നോക്കുകയാണ്. ആ മഞ്ഞത്തലയനാണെങ്കിൽ അത് കണ്ട് വണ്ടറടിക്കും. ഓ നോ, നീ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലേ? പണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ നോക്കി നിൽക്കാതെ നിനക്ക് ആവശ്യമുള്ള അത്രയും നിനക്ക് കഴിക്കാം. ഒരല്പം ബാക്കി വെക്കണം, ഞങ്ങൾക്കൂടെ കഴിക്കാനാണ്. സ്പെഷ്യലായിട്ട് ആൾക്കാരെ വരുത്തിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് മനസ്സിലാവില്ല. കാരണം അവൻ പീപ്പിൾസ് മാത്രം കഴിക്കുന്ന അത്രയും ഡിലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഹീറോ അത് വാരി വാരി തിന്നും. ഉടനെ ഒരു പയ്യൻ അവിടേക്ക് വന്ന് ഒരു ക്യാൻഡി എടുക്കുകയാണ്. ആണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം ടെൻഷനാവും. കട്ട് ചെയ്ത ഇപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷം നമ്മുടെ ഹീറോ അവൻ ആ സ്വീറ്റ്സ് ഒക്കെ തിന്ന് ഉണ്ടപ്പനായി മാറി പുറത്തേക്ക് വരും. നമ്മുടെ കമ്മൽ മാസ്റ്റർ ആണെങ്കിൽ ഹീറോയെ കണ്ട് ഞെട്ടും. ഓ നോ, മോൺസ്റ്റർ അത് ഇവിടേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ മോൺസ്റ്റർ ഒന്നും അല്ല, ഇത് ഞാനാണ് ബ്രൂണോ. മാസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് വണ്ടറടിച്ച് ഇപ്പൊ ഹീറോയുമായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വരികയാണ്. അവർ എത്രയൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിച്ചിട്ടും ഹീറോയ്ക്ക് അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് കഴിയില്ല. അതിനാ കമ്പൽ മാസ്റ്റർ പറയും, എനിക്ക് തോന്നുന്നത് വേസ്റ്റുകൾ അത് മൂല്യമുള്ളതാക്കി മാറ്റാനും അതിൽ അവൻ്റെ പവർ അത് എൻഹാൻസ് ചെയ്ത് കൂടുതൽ ശക്തിയാക്കാനുമാണ് ഇവരെ കൊണ്ട് കഴിയുക. സോ നമുക്ക് ഇവന് കേടായ കുറച്ച് സാധനങ്ങൾ കൊടുക്കാം. തീർച്ചയായിട്ടും ഇവൻ്റെ പവർ ഉപയോഗിച്ച് അവരത് ബാക്ക് ടു നോർമൽ ആക്കുമോ നോക്കാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവന് ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. ഹീറോ ആണെങ്കിൽ മിനിറ്റ് വെച്ച് അതിൽ ഓരോന്നായിട്ട് ഇപ്പൊ റിപ്പയർ ചെയ്യാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്കാവും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, യഥാർത്ഥ പവർ അത് ഞാൻ തിരിച്ചറിയുകയാണ്, എന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കും ചിന്തിച്ച് അവൻ വീണ്ടും ബാക്കിയുള്ളതെല്ലാം റിപ്പയർ ചെയ്ത് ഹീറോ തന്നെ അവൻ്റെ പവർ കണ്ട് ഇംപ്രസ്ഡ് ആയി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും അത് കണ്ട് ഒരുപാട് അത്ഭുതവും അതിശയവും. ആണെങ്കിൽ ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ്റെ മൂക്കിലൂടെ രക്തം വന്ന് താഴേക്ക് വീഴും. അതിനാ മഞ്ഞത്തലയും പറയും, സത്യത്തിൽ നിന്റെ പവറൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ അല്പം കൂടുതലായി നീ നിന്റെ പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം വീക്ക് ആവുകയാണ്. സോ നിന്റെ വീക്കായിട്ടുള്ള ബോഡി അത് നീ സ്ട്രെങ്തനാക്കി മാറ്റണം. മഞ്ഞത്തലയനും ബാക്കിയുള്ളവരും ഇപ്പൊ ഹീറോയുടെ കയ്യിലുള്ള ആ ഗ്ലൗവിലേക്ക് തന്നെ നോക്കും. നമ്മുടെ ഓപ്പണന്റ് ടീമിന്റെ ലക്ഷ്യം നീയാണ്. നിന്റെ കയ്യിലുള്ള ഗ്ലൗവിലാണ് അവൻ അവസാനമായിട്ട് ലക്ഷ്യം വെച്ചത്. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. നിന്റെ വെപ്പന് നീ എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വെപ്പൻസിനെല്ലാം ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് ഹീറോ പറയും, ഇല്ല. കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്മാരുടെ ബേസ്മെന്റ് കാണിക്കും. അവിടെ ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയായിട്ട് ഫൈറ്റ് ഇട്ട ആ ജൂനിയർ വില്ലനുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സൂം ചെയ്യും. അവന്റെ ബോഡിയിലും ഹീറോയുടെ ഗ്ലൗവിലുള്ള അതേ സിമ്പിൾ അത് കാണും. അവനാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ പേര് വിളിച്ച് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.